നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഈവനിങ് റെസിപ്പി നോക്കിയാലോ. ചക്കയപ്പാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ പഴഞ്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ കൂഴച്ചക്ക എന്നും പറയും. അപ്പോൾ അത് ഒരിടത്തരം ചക്കയുടെ മുഴുവനും ചുള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുഴുവൻ ചുളയും ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു അപ്പത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതായാലും നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ നമ്മുടെ ചക്കച്ചുളകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരിക്കച്ചക്ക കിട്ടിയാലും ഇത് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ പഴഞ്ചക്ക തന്നെയായിരിക്കും, കൂഴച്ചക്ക. അപ്പോൾ ഏതായാലും ഞാനിത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചക്കയപ്പത്തിനുള്ള മാവ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓൾറെഡി നമ്മുടെ ചക്ക നല്ലപോലെ വെറ്റല്ല. അപ്പോൾ ഈ ഒരു ചക്കയുടെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചക്കയുടെ പേസ്റ്റ് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അര കപ്പോളം ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ അത് വീഴുന്നില്ല. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചതേ ഇല്ലൂ. നല്ലപോലെ ഉരുക്കിയിട്ട് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് അരിച്ച് കളഞ്ഞിട്ട് ഒരു പൊട്ടുന്ന കുപ്പിയില്ലേ, പ്ലാസ്റ്റിക് കുപ്പിയല്ല, ഒരു പൊട്ടുന്ന കുപ്പിയിൽ, ചില്ലിൻ്റെ കുപ്പിയിലിട്ട് നല്ലപോലെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഏതായാലും ഒരു അരക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ മധുരം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് പുട്ടിൻ്റെ പൊടിയും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 6-7 ഏലക്കായ നമുക്ക് ഒന്ന് ഉരലിൽ കുത്തിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കര ഈച്ചയുടെ ശല്യമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് 2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഏതായാലും ഒരു അര കപ്പും കൂടെ നമ്മുടെ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, നമ്മുടെ പുളിയും ചക്കയുടെ പുളിയും. അപ്പോൾ മൊത്തത്തിൽ ഫ്ലേവേഴ്സ് തമ്മിൽ നല്ലൊരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എടുത്തിട്ടുള്ളത് ടോട്ടൽ 20 മിനിറ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അടുപ്പിൽ വെക്കുമ്പോൾ ഒരു സമയമായിരിക്കും, അല്ലെങ്കിൽ ഗ്യാസിൽ വെക്കുമ്പോൾ വേറൊരു സമയമായിരിക്കും. അപ്പം ഞാൻ ഏതായാലും ഗ്യാസിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനാണ് ഈ ചക്കയപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അവർ തലേ ദിവസം തന്നെ വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് അത് അടുപ്പിലായിരിക്കും കേട്ടോ വെക്കുക. എന്നിട്ട് അത് ആയിട്ടാകുമ്പോൾ അത് വാങ്ങി വെക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. പിറ്റേ ദിവസം
കൊത്തുകളാണ് കേട്ടോ ഇടാം. അതും ഒരു പ്രത്യേക രുചിയാണ്, കാരണം തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ അതൊരു പ്രത്യേക രുചിയല്ലേ. അപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് നോക്കുക. വീണ്ടും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.